പാലക് ഡാൽ ഉണ്ടാക്കാനായിട്ട് എളുപ്പ വഴിയിൽ കേട്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പാലക്ക് അരിഞ്ഞു ഒരു പിടി, പിന്നെ ജീരകവും കടുകും ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇത് വഴറ്റുവാണ്. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിന് പരിപ്പും ഇടുകയാണ് വേണ്ടത്. അത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് പരിപ്പ് 1/2 കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് 2 തക്കാളി ഇട്ടു, ഒരു പകുതി ഉള്ളിയും ഇട്ടിട്ട് ഞാൻ വേവിച്ചു. നന്നായിട്ടത് വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ പാലക്ക് വഴറ്റി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പരിപ്പിലേക്ക് ഇടുക. അങ്ങനെ 5 മിനിറ്റിൽ കാണിക്കണമെന്ന് പറഞ്ഞ ഒരാൾ, അപ്പോൾ 5 മിനിറ്റിൽ ഇത്രയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം നിൽക്കും. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയാൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. പാലക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം കേട്ടോ. ഇവിടെ അധികം കുട്ടികളൊന്നും അങ്ങനെ പാലക്ക് കൂടുതലിട്ടാൽ കഴിക്കില്ല. പാലക്ക് നല്ല സാധനമാണ്, പക്ഷെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് അവർക്കിഷ്ടമല്ല അങ്ങനെ അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് എരിവ് കുറച്ച് മതി. ഇത് എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി, അപ്പോൾ അത് കുറച്ചിട്ടു. അതും കൂടി നന്നായിട്ട് ഇളക്കുക. എണ്ണ വേണ്ടവർക്ക് നെയ്യോ പിന്നെ എന്നിട്ട് ബട്ടറോ വേണ്ടവർക്ക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊന്നും ഇട്ടിട്ടില്ല. ആദ്യം കടുക് വറക്കാൻ ഉപയോഗിച്ച 1 സ്പൂൺ എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പിടാം. പരിപ്പും തക്കാളിയും ഉള്ളിയും കൂടി വേവിച്ചത് ഇതിനകത്തേക്ക് ഇട്ട് നന്നായി യോജിപ്പിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ചുകൂടെ ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. അപ്പോൾ ഇത് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ചെറിയ ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കാതെ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഇതിലേക്ക് സ്വാദാനുസാരം, അതായത് സ്വാദിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടു. ഉപ്പ് വേണ്ടവർക്ക് കൂടുതലിടാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം കടുക് വറുത്തുകൊണ്ട് ഇനി കടുക് വറുക്കേണ്ട ആവശ്യമില്ല. അത് എളുപ്പ വഴിയിലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. പാലക് പനീറിലേക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ചേർക്കണമെന്ന് പറഞ്ഞാൽ നാരങ്ങ നീരാട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊരു നല്ല ടേസ്റ്റ് കിട്ടും ഈ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ. അത് നമ്മൾ തിളച്ചെല്ലാം കഴിഞ്ഞ് വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീര് അങ്ങോട്ട് ചേർക്കുക. അപ്പം വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞപ്പം ബാലൻസ് ഉണ്ട്. വൈകുന്നേരം വരെ ഇരിക്കുകയാണെങ്കിലും ഇത് ചീത്തയായി പോകത്തില്ല. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, പറയണേ, കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. എന്തൊക്കെയാണെന്നറിയാമോ? ഇത് ആപ്പിള്, നല്ല ആദ്യം തന്നെ പോയിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതാണ് ബീട്രൂട്ട്, അടിയിലാണ് ബീട്രൂട്ട്, 2 ക്യാരറ്റ്, 1 വലിയ ബീട്രൂട്ട്, 1 ആപ്പിൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ജ്യൂസർ നമുക്കൊന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മിക്സർ. നല്ലതാണ്, നല്ല രസമുണ്ട് കാണാനായിട്ടും, പിന്നെ ഈസിയാണ് ഉപയോഗിക്കാനും. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജ്യൂസറിൻ്റെ പേരെന്താ? എന്തോന്ന് കേട്ടില്ല, ചെവി ഇച്ചിരി പുറകോട്ടാ എൻ്റെ. ഇതാണ് മിക്സിയുടെ പേര് കേട്ടോ. കാണാമല്ലോ അല്ലേ? നല്ല ഭംഗിയാണ് കാണാനും, നേരിട്ട് കാണാനും ഉപയോഗിക്കാനും ഈസിയുമാണ്.
അത് ഫിറ്റിങ്ങും എളുപ്പമാണ്. അപ്പോൾ ഇതിന് 2 ജാറുണ്ട് കേട്ടോ. ഇതിൽ വേസ്റ്റ് വരും, ഇതിൽ ജ്യൂസ് വരും. ഒന്നും ചെയ്യണ്ട, നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എൻ്റെ കയ്യിലൊരു വിസർ നമ്മളിങ്ങനെ അമർത്തി കൊടുത്ത് ഇങ്ങനെ ആക്കണം. അങ്ങനത്തെ ഒരു വിസറാണ് സാധാരണ. മെഷീൻ സ്റ്റാർട്ടായി. ഇങ്ങനെ പെറുക്കി ഇട്ടാൽ മാത്രം മതി. ജ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ജ്യൂസ് വീണുകൊണ്ടിരിക്കുന്നു. ഇതിലേക്കൂടെ വേസ്റ്റ് കണ്ടോ, ഇങ്ങനെയാണ് ഇതിനകത്ത് കൂട്ടിയിടുന്നത്. ഇത് ഇതിലേക്കിടുക. അപ്പോൾ തന്നെ ഒന്നും ചെയ്യണ്ട, നമ്മൾ കൈ തൊടുന്നു. നന്നായിട്ട് പിഴിഞ്ഞ് നല്ലതായിട്ട് ജ്യൂസ് അത് മുഴുവനും വരും. അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ വീഴും. നമ്മൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കയ്യിൽ പറ്റുക ഒന്നുമില്ല. ഇതെടുക്കുക. ഇനി ആപ്പിളാണ് കേട്ടോ. ആപ്പിൾ ചെത്തിയിട്ടൊന്നുമില്ല, തൊലിയോട് കൂടിയിട്ട് ആപ്പിൾ ജ്യൂസ്. അതെന്താണെന്ന് വെച്ചാൽ ക്യാരറ്റിൻ്റെ ആ കളറിനോടൊപ്പം ആപ്പിളും അങ്ങനെ വരികയാണ്. അതുകൊണ്ടാണ് ഈ കളറിലായിട്ട്. നല്ലതായിട്ടില്ലേ, നല്ല എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതാ എളുപ്പമാണ്, പെട്ടെന്ന് തീരുകയും ചെയ്തു. നല്ല ഹെൽത്തി ഡ്രിങ്ക്സാണ് ഇത്. അപ്പോൾ ഇത് ക്യാരറ്റ് ബീട്രൂട്ട് മാത്രമായിട്ട് നല്ല കട്ടിയിൽ നല്ലതായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇത്രയേ ഉണ്ട്. വേണമെങ്കിൽ ഇത് തോരൻ വയ്ക്കാൻ പറ്റുമോ? ഇത് തോരൻ വയ്ക്കാമോ? അതിൻ്റെ നീരെടുത്തേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാം. വേറെ എന്തെങ്കിലും കുറച്ചുകൂടിയൊക്കെ ഒരു ക്യാരറ്റോ ബീറ്റ്റൂട്ടും കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് നല്ല അരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ജ്യൂസുമായി തോരൻ വയ്ക്കാനുമായി. ഞാൻ വെറുതെ അറിഞ്ഞാട്ടോ, ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് തോരൻ വയ്ക്കാം, അല്ലെങ്കിൽ അത് കളയാം നമുക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, കമൻറ്റ് ഇടണേ. ഇത് ഈ മിക്സി എവിടുന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടുന്നാണ് മേടിച്ചേ? ദുബായ്. ഇത് അവിടെ നിന്ന് മോള് കൊണ്ടുവന്നതാണ്. അവരുടെയാണ് മിക്സി. കൊള്ളാം, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കയ്യിലൊരു തരി പോലും പറ്റില്ല, ഒന്നുമില്ല. അങ്ങനെ ജ്യൂസ് റെഡിയായി നന്നായിട്ട്. അതായത് ഇത്രയും ജ്യൂസ് നമ്മൾ മറ്റുള്ള ഇതിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇതിവിടെ അരിച്ചൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര ഇത് അരിക്കണം, അങ്ങനെയെല്ലാം ചെയ്യണം. അതൊന്നും വേണ്ട, വളരെ ഈസി. കളയാനാണേലും എളുപ്പം, തോരൻ വയ്ക്കാൻ തയ്യാറാക്കാനും എളുപ്പം. എല്ലാം കൊണ്ടും എളുപ്പം എന്ന് പറഞ്ഞാൽ എളുപ്പം. നല്ല ഹെൽത്തി ഡ്രിങ്ക് റെഡിയാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോകുന്നു. ഏകദേശം 1 ഗ്ലാസ് ഉണ്ട് കേട്ടോ. 2 ക്യാരറ്റും ഒരു വലിയ ബീട്രൂട്ടും ഒരാപ്പിളും, ഒരു ഇടത്തരം ആപ്പിളും. അതുകൊണ്ട് 1 ഗ്ലാസ് ശരിക്കും. അത് ഇനി കുറച്ചുകൂടെ നിറയും, പക്ഷേ എന്നാലും ഒഴിച്ചിട്ടില്ല. ഇത് വലിയ ഗ്ലാസ്സാണ്. ഇത്രയും ജ്യൂസ് കിട്ടി നമുക്ക്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. നല്ലതായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നാരങ്ങ നീര് എല്ലാം ഉണ്ടല്ലോ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ആപ്പിള്. ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിലും നമുക്ക് ഇതെന്തോന്ന് നോക്കാമല്ലോ. ഇതെന്താണ്? മോഗു നോക്കാം. പിള്ളേരെ കണ്ട് മേടിച്ച് വെച്ചിരുന്നതാണ്. അതൊന്ന് ഒഴിച്ച് നോക്കട്ടെ. മാംഗോ ജ്യൂസാണ്. പിന്നെ അതും കൂടി ആയിക്കോട്ടെ. എന്തോ കഷ്ണം വേണം. ജെല്ലിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുടിച്ച് നോക്കട്ടെ. എന്താണ്? നാരങ്ങ എടുത്ത് കുരു. പക്ഷെ കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. ഹെൽത്തി ഡ്രിങ്ക്.